ഇവിടുന്ന് അന്ന് കാലത്ത് ബസ് ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഇതൊന്നുമില്ല. അന്ന് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഈ രോമക്കുഴിയിൽ നിന്നൊക്കെ ബ്ലഡ് പുറത്തു വരുന്നുണ്ട്. അബോധാവസ്ഥയിലായ അരുണുമായി ബന്ധുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യാത്ര തിരിച്ചു. അരുൺ മരിച്ചെന്ന് തന്നെ പലരും വിധിയെഴുതി. കോളേജിലെത്തി 2-3 ദിവസം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നൊക്കെയാണ്. അതൊക്കെ മരിച്ചുകൊണ്ട് ഇത്രയും കണ്ടീഷനായിരുന്നു. കടിച്ച പാമ്പിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു ടെസ്റ്റ് എല്ലാം നോക്കി പറഞ്ഞതാണ് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടൻ എന്ന് പറയുമ്പോൾ ബോത്ത് ഹീമോടോക്സിക് ആൻഡ് ന്യൂറോടോക്സിക്, അതാണ് അതിൻ്റെ പോയിസൺ വരിക. എന്നാൽ ചികിത്സിച്ച ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തി അരുൺ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഇത്തരത്തിൽ രക്ഷപ്പെട്ടവരിൽ ഒരാൾ മാത്രമാണ് അരുണെന്ന് നാട്ടുകാരും പറയുന്നു. വിശ്വാസം ചില ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. വിശ്വസിക്കാതിരിക്കാനുള്ളൊരു കാരണങ്ങൾ വേണ്ടേ? ഏതെങ്കിലും ഒരാൾ ഇവിടെ ഒരു പ്രാവശ്യം സർപ്പദർശനമായിട്ട് മരിച്ചാൽ, ഈ പരിസരത്ത് എവിടെയെങ്കിലും മരിച്ചാൽ നമ്മൾ ആ വിശ്വാസം മാറ്റേനി. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം എത്രയോ വളരെ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇന്നും പണി ഇപ്പോൾ 20 കൊല്ലം ഉണ്ടാവും എപ്പോഴും പണിക്കുണ്ട്. അന്നും വളരെ സീരിയസ് ആണ്. മരിച്ചു ബോധമില്ലാതെ ഇവിടെ തന്നെ കൊണ്ടുപോകുമ്പോൾ തന്നെ ബോധമില്ലാത്ത ഉണ്ടായത് മെഡിക്കൽ കോളേജ് കൊണ്ടായിട്ട് അവിടെ നിന്ന് ആൾ രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പോഴും പണിക്കുമുണ്ട്. അപ്പോൾ ഒരു മാറ്റി ചിന്തിക്കേണ്ട ഒരു ഇവിടെ വന്നില്ല. ഞങ്ങളെ പ്രായത്തിലുള്ള ആൾക്കൊക്കെ മാറ്റി ചിന്തിക്കണമെങ്കിൽ ഒരു ഇത് വരണ്ടേ, അത് വന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ തോട്ട ഒട്ടിച്ച് ഇവിടെ മീൻ പിടിക്കുന്ന സമയത്ത് ഒരു പാമ്പിനെ നേരിട്ട് കൈകൊണ്ട് പിടിച്ചാണ്. പിടിച്ചിട്ട് ആ പാമ്പ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. കൈകൊണ്ട് നേരിട്ട് പിടിച്ചിട്ടും ആ പാമ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ഈ കാളിയങ്കല്ലിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ അങ്ങനെ ആരും പാമ്പുകടിയേറ്റ് മരണപ്പെട്ട ഒരു നിലയിലേക്ക് പോയിട്ടില്ല. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന്. നാഗങ്ങളുടെ കഥ ഇങ്ങനെയെങ്കിൽ കാളിയങ്കല്ലിന് പറയാൻ മറ്റൊരു കഥ കൂടിയുണ്ട്. സാക്ഷാൽ ഭദ്രകാളിയുടെ കഥ. കാളിയൻ കുന്നിൽ തന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഇവിടെ ദേവീ സാന്നിധ്യമുള്ളതായി ദേവപ്രശ്നത്തിലും തെളിഞ്ഞിട്ടുണ്ടത്രേ. കാളിയൻ കല്ലിൻ്റെ സമീപത്തായി കൊണ്ടാണ് ഒരു ക്ഷേത്രമുള്ളത്. അവിടെ സ്വർണ്ണപ്രശ്നം നടത്തിയ സമയത്ത് ഇവിടെ ഒരു കാളി സാന്നിധ്യം നിർബന്ധമായിട്ടുണ്ടെന്നും പണ്ട് മുതലേ ഉള്ള ഒരു കാളി സാന്നിധ്യമാണെന്നും. കാളിയങ്കല്ല് ക്ഷേത്രം ഇതിൻ്റെ നേരെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. അതും കാളി ക്ഷേത്രങ്ങളാണ്. ഇത് സംഗതി രണ്ടും ഒന്നായിരിക്കണം. അപ്പോൾ അവിടെ ആ സ്ഥലം ദേവീൻ്റെ ചൈതന്യമുള്ള കാളീൻ്റെ ചൈതന്യമുള്ള സ്ഥലമാണ് ഇപ്പോഴും. 7:30 വെളുപ്പിന് പുഴയിലൂടെ പോയവർ പലരും ഇവിടെ ദേവിയെ കണ്ടിട്ടുണ്ടത്രേ. കുളി കഴിഞ്ഞ് ഈറനണിഞ്ഞ് ദേവി കാളിയങ്കല്ലിൽ ഇരിക്കുന്നതാണത്രേ ഇക്കൂട്ടർ കണ്ടത്. ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന വേലായുധൻ, ഞങ്ങൾ വേലായുധേട്ടൻ എന്ന് പറയും. അവർ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, അന്ന് ആ ക്ഷേത്രം ജീർണിച്ച് കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു സ്ത്രീ, വളരെ മുടികളൊക്കെ ഉള്ള സ്ത്രീ, വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് അതിലെങ്ങനെ വന്നു. അപ്പോൾ ഇയാൾ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ അനുഭവപ്പെട്ടുന്നു. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഉണർന്നു പോയി നോക്കിയ സമയത്ത് ഈ ദേവി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് അയാൾ ദർശിച്ചു എന്നാണ് പറഞ്ഞത്. വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് കല്ലൊക്കെ കണ്ടിരുന്നു. അവിടെ രാത്രി സമയങ്ങളിൽ ഏതോ സ്ത്രീ വന്ന് നീരാടാറുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പറഞ്ഞു കേൾവി മാത്രമാണ്. കാളിയംകുന്നിന്ന് മുമ്പുള്ള കൂട്ടർ അവിടെ ആരോ ഇരിക്കുന്നത് കണ്ട് 2-3 സ്ത്രീകളെ വർഗം, ദേവന്മാരെ സ്ത്രീവർഗമാണത്. അപ്പം അത് മറ്റൊരു പോവുകയും ചെയ്ത്, കണ്ടോര് പോവുകയും ചെയ്ത്, ഒരാളെ കുട്ടീനെ എന്തേലും ഉള്ളിളക്കിക്കോട്ടെ എന്നറിയാച്ച്. എങ്കിലും അത് ഞങ്ങൾക്ക് ഉപകാരമായി വന്ന്. കാളിയുടെ കഥ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും
കാളിയന്റെ കഥയിലാണ് ഇന്നാട്ടുകാർക്ക് കൂടുതൽ വിശ്വാസം. ഇവിടത്തെ പുതുതലമുറ പോലും സർപ്പങ്ങളെ ഭയക്കുന്നില്ല. പാമ്പ് കടിച്ചാൽ മരിക്കുമെന്ന് കരുതുന്നുമില്ല. ഇപ്പോഴത്തെ തലമുറകളിൽ അങ്ങനെ വിശ്വാസമായിട്ട് പറയുന്ന ഒരു ചെറുപ്പക്കാർ വരെ ഇവിടെ ഇല്ല. അത്രയും എല്ലാവർക്കും ഒരു വിശ്വാസമുള്ള ഒരു കാര്യമാണിത്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഒരാള് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ വിശ്വാസത്തിനെ എതിർത്ത് പറയാം. ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞിരിക്കണ ഈ പ്രദേശ നിവാസികൾ മാത്രമല്ല, ഈ പ്രദേശത്തുനിന്ന് കടിച്ചാൽ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ അതിനൊരു ഇതില്ല. ഈ പ്രദേശത്ത് നിന്ന് ആരെങ്കിലും അബദ്ധവശാൽ കടിച്ചു പോയാൽ, അധികവും കടിക്കാറില്ല. എത്രയോ സർപ്പങ്ങൾ ഇവിടെ ഉണ്ട്. മുഴുവൻ സർപ്പങ്ങളുള്ള സ്ഥലം എപ്പോഴും കാണാം. ഇഷ്ടംപോലെ സർപ്പങ്ങളുള്ള സ്ഥലമാണ്. സർപ്പങ്ങൾ ഈ പ്രദേശത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ രാജവെമ്പാലുണ്ട് എന്നാണ് ഒരു സ്ഥലത്ത്. അത് കണ്ട ആൾക്കാരുണ്ട് ഈ രാജവെമ്പാലിനെ. അതൊരു ചേരണ്ടല്ലോ പാമ്പിൽ തന്നെ, ആ ചേരനെ വിഴുങ്ങുന്നത് ശരിക്കും കണ്ടു നിന്ന ആൾക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലിപ്പോൾ എല്ലാവരും കാണുക എന്നല്ലാതെ അതിൻ്റെ സൗണ്ടുകൾ ഭയങ്കരമായ ഊതുന്ന സൗണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ കടി തന്നെ ശരിക്കും ഇവിടെയുള്ള സർപ്പത്തിൻ്റെ കണക്ക്, കാണുന്ന സർപ്പത്തിൻ്റെ കണക്ക് നോക്കുക വെച്ചാൽ ഇവിടെ എന്നും പാമ്പ് അടിക്കുന്ന ആൾ വേണം. അതേസമയം കാളിയങ്കല്ലിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരും ഇവിടെയുണ്ട്. പണ്ട് ഏതോ കാലത്ത് ആരോ കെട്ടിത്തുടങ്ങിയ ശേഷം ഉപേക്ഷിച്ചു പോയ പാലമാണിതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എവിടുന്നെങ്കിലും ഒഴുകി വന്നതോ വല്ല മലയിടിച്ചില്ലോ മറ്റോ ഒഴുകി വന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഇവിടെ വന്ന് പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചു, അങ്ങനെ സാധ്യതയുണ്ട്. ഇവിടെ വെച്ച് പാമ്പ് കടിയേറ്റാൽ മരിക്കില്ലെന്ന വിശ്വാസത്തെയും ചിലർ തള്ളിപ്പറയുന്നു. മറ്റ് സ്ഥലങ്ങളിൽ പോയാലും പാമ്പ് കടിച്ചിട്ട് മരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ അതൊരു വിശ്വാസത്തിന്റെ പേരിൽ എടുക്കുകയാണെങ്കിൽ അതും വിശ്വാസമാണ്. കാളിയങ്കല്ലിന് ഒരു വിധത്തിലുള്ള ദൈവികത്വവുമില്ലെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. ദൈവികത്വം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നിൽക്കുന്ന, ഇപ്പോൾ ദൈവികത്വം ഉണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ കല്ലിലും എല്ലാ മണ്ണിലും ദൈവികത്വമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കല്ലിന് മാത്രം ദൈവികത്വം ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കല്ലിലും മുള്ളിലും പിന്നെ കാണുന്നവന്റെ കണ്ണിലും ദൈവമിരിക്കുന്നു. ആരാധിക്കാം, അല്ലെങ്കിൽ അവിശ്വസിക്കാം.